ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നൊരു പരിപാടിയുടെ ഒഫീഷ്യൽ ക്യാമ്പയിന്റെ കിക്ക് ഓഫ് ആണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിച്ച റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഒഫീഷ്യൽ തുടക്കം ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ അതിനാദ്യമായി ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എക്സ്പോസിംഗ് പിണറായി A to Z എന്ന ഒരു ക്യാമ്പയിനാണ്. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാഷ്ട്രീയം തന്നെ ഹൈലി പ്രൊഫഷണലായി മാറുന്ന അല്ലെങ്കിൽ വളരെ സാങ്കേതികവും ടെക്നോളജിയും ഒക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ ഗവേഷണ വിഭാഗം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗവേഷണം ഞങ്ങൾ 4 തലത്തിലാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ ഇന്ന് സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് സർക്കാരിന്റെ വീഴ്ചകളും സർക്കാരിന്റെ അഴിമതിയും സർക്കാരിന്റെ കെടുകാര്യസ്ഥയും സ്വജനപക്ഷപാതവും തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സും ഡേറ്റ അടക്കം ഞങ്ങൾ പുറത്തു കൊണ്ടിരുന്ന ഏതും വെറുതെ ഒരു അന്തരീക്ഷത്തിൽ ഒരു അഴിമതി പോലെ പറയത്തില്ല. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകളും ഡോക്യുമെന്റ്സും അടക്കം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ ദൗത്യം. രണ്ടാമത്തെ ദൗത്യം പാർട്ടിയുടെ നയം, പാർട്ടിയുടെ വിവിധ പൊളിറ്റിക്കൽ ഇഷ്യൂസിലെ പാർട്ടിയുടെ നയം വിശദീകരിക്കുന്ന ലേഖനങ്ങളും പഠനങ്ങളും പ്രസിദ്ധീകരണങ്ങളും കൂടുതൽ അവൈലബിൾ ആക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. മൂന്നാമത് നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. അവിടെ ഏറ്റവും ആനുകാലികമായതും ഏറ്റവും പ്രസക്തമായതും ഓരോ ദിവസവും ഓരോ വിഷയം വരുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട ഡേറ്റയും ഡോക്യുമെന്റ്സും കണക്കുകളും കഴിവതും എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിഗ് ഡേറ്റ അനാലിസിസ് അത് കഴിയുമോ എന്നുള്ളൊരു പരിശ്രമമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്ത് അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിലെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഓരോ വിഷയത്തോടുള്ള പ്രതികരണം, അത് കുറച്ചൊരു അംബീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ഒരു മുഴുവൻ പ്രാപ്തിയും ഞങ്ങൾ നിലവിൽ കൈവരിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ബിഗ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം സംക്ഷിപ്തമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിന്റെ ആദ്യത്തെ ഒരു പരിപാടി എന്ന നിലയിൽ ഈ ഒരു A to Z ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സർക്കാർ വന്ന അന്ന് മുതലുള്ള ഒരുപാട് അഴിമതികൾ പ്രതിപക്ഷം എടുത്ത നിലപാടിന്റെ പേരിൽ തിരുത്തേണ്ടി വന്നതും മാറ്റേണ്ടി വന്നതും യൂട്ടേൺ അടിക്കേണ്ടി വന്നതുമായ നിരവധി അഴിമതികൾ. പക്ഷേ എല്ലാം വളരെ ഷോർട്ട് മെമ്മറിയാണ് ആളുകൾക്കുള്ളത്. എല്ലാം വിസ്മരിക്കപ്പെടുന്നു. പല അഴിമതിയിലും വലിയ അഴിമതി കഥകളും മറ്റ് ഓർമ്മ വരുമ്പോൾ കൂടിപ്പോയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഓരോന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അതിന്റെ ഡോക്യുമെന്റ്സും ഡേറ്റയും അടക്കം കാണിക്കുന്ന എയിൽ തുടങ്ങുന്ന ഇസഡിൽ അവസാനിക്കുന്ന 26 എപ്പിസോഡ്. അപ്പൊ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കാരണം അതിനുമാത്രം അഴിമതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് എയിൽ തുടങ്ങുന്ന ഒരു എപ്പിസോഡായി വരും. ഒരു ദിവസം കഴിഞ്ഞ് 1.5 ദിവസം, രണ്ടാമത്തെ ദിവസം ബിയിലുള്ളവർ വരും, മൂന്നാമത്തെ എപ്പിസോഡ് സിയിലുള്ള വരും. അങ്ങനെ 26 എപ്പിസോഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എക്സ്പോസിംഗ് പിണറായി A to Z എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിൽ പൊതുജനങ്ങളുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് വെബ്സൈറ്റ് ആണ്. അവർക്കും നടന്ന അഴിമതികൾ ഞങ്ങളോട് അറിയിക്കാം. ഞങ്ങൾ അതിന്റെ ഡോക്യുമെന്റും ഡേറ്റയും ഒക്കെ പരിശോധിച്ചിട്ട് അത് ഉണ്ടെങ്കിൽ അതും ആ വെബ്സൈറ്റിന്റെ ഭാഗമാക്കി അതും അപ്ലോഡ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുനിൽക്കുന്ന രീതിയിലൊരു എക്സ്പോസിംഗ് പ്രോഗ്രാമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് ട്രെയിലറാണ് ഇന്നിവിടെ റിലീസ് ചെയ്യുന്ന അതിന്റെ സംക്ഷിപ്തം പറഞ്ഞുകൊണ്ടുള്ളത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും പരിപാടിയിലേക്ക് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിനും ഇതിന്റെ പൊതുജന സംരക്ഷണം സമർപ്പിക്കുന്നതിന് വേണ്ടി KPCC പ്രിയങ്കരനായ മുഖമായി സംസാരിച്ച KPCCയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കോഴിനാട്, നമുക്കെല്ലാം തന്നെ പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ആരാധ്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി, KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ KP അനിൽകുമാർ, മാധ്യമങ്ങളുടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ
വിവാദങ്ങൾ. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരമൊരു പരിപാടിക്ക് നിങ്ങളെയൊക്കെ തന്നെ ഡോക്ടർ മാത്യു കൊല്ലനാട് സ്നേഹപൂർവ്വം ക്ഷണിച്ചത്. പരിപാടിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം ആമുഖമായിട്ട് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എല്ലാ തലത്തിലും സംഘടനാ സംവിധാനം സുശക്തമാക്കുക എന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. CPM-ഉം BJP-യും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹ്യ മാധ്യമത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലായിക്കൊണ്ട് അവരൊക്കെ തന്നെ വളരെ മുന്നോട്ട് പോയ കാര്യം ഞങ്ങൾ വിലയിരുത്തുന്നു. വളരെ വൈകി മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്ര ദാമോദർ മോഡി 2009 2014 തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്യാമ്പയിൻ അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നടന്നത് ഡിജിറ്റൽ സാധ്യതകൾ പരിപൂർണമായിട്ടും ഇതൊക്കെ തന്നെ നിഷേധിക്കാൻ നമുക്ക് ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ സാർത്ഥകമായിട്ട് ഉപയോഗിക്കുക എന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിവസമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി CPM-ന്റെ ആഭിമുഖ്യത്തിലുള്ള സോഷ്യൽ മീഡിയ അതെങ്ങനെ ശക്തമാക്കണമെന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തിയത്. അവർക്കല്ലെങ്കിൽ തന്നെ സംവിധാനമുണ്ട്, പക്ഷേ അവർ വൈകി മാത്രമാണ് രംഗത്ത് വന്നത് എന്ന് സന്ദേശം കൊടുക്കാൻ എന്തോ അറിയില്ല. അങ്ങനെയാണ് അന്ന് CPM കേരളത്തിലെ ജനങ്ങളെ അത് അറിയിച്ചത്. ഏതായാലും ഞങ്ങൾ ഇത്തരം ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകളെ മനസ്സിലായിക്കൊണ്ട് അതിനെ സാർത്ഥകമായി ഉപയോഗിക്കാൻ എന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പരിപൂർണമായിട്ടും സൈബർ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് തന്നെ ആ ഒരു മാധ്യമം എങ്ങനെ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ സന്ദേശങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ക്രമക്കേടുകൾ, രാഷ്ട്രീയ രംഗത്ത് അഴിമതികൾ ഇതൊക്കെ തന്നെ തുറന്നു കാട്ടുക എന്ന ഏറ്റവും ഉദാത്തമായ ഉദ്ദേശ ലക്ഷ്യം ശ്രീമാൻ മാത്യു ഇവിടെ പറയുകയുണ്ടായി. ഏതാണ്ട് 4 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിലെ ഒരു ദുരന്തമാണ്. 4 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിത പർവമാണ്. വിജയിച്ചില്ല എന്ന് പോകട്ടെ, അവർ പരാജയത്തിന്റെ കഥകൾ മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് ഗവൺമെന്റ് ചുരുങ്ങിയാക്കി. ഈ ഗവൺമെന്റിന് എടുത്തു പറയാനുള്ള കാര്യം എന്താണ്? മാത്യുവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. അഴിമതിയുടെ 1000 കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ട് ഉണരുകയും ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം. ഒരൊറ്റ ദിവസമെങ്കിലും അഴിമതി കഥ കേൾക്കാത്ത കേരളം ഉണ്ടായിട്ടില്ല എന്നതാണ് 4 വർഷക്കാലത്തെ സവിശേഷത. ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഞെട്ടിത്തരിപ്പിച്ച ഒരു വലിയ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ചും അതിന്റെ ഉള്ളറകളെ കുറിച്ചും ഒക്കെ തന്നെ അന്വേഷിക്കുന്നത് കൊണ്ട് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. അതുപോലെ എത്രയെത്ര കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വജനപക്ഷപാതം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു. ഇഷ്ടക്കാർക്ക്, സ്വന്തക്കാർക്ക്, പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കൾക്ക് അവർക്കൊക്കെ തന്നെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ, യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒരുപാട് യുവതീവാക്കന്മാരായിട്ടുള്ള CPM-ന്റെ അനുഭാവികൾ, ബന്ധുക്കൾ, പാസ്പോർട്ടിലായിട്ട് ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ പുറംവാതിലൂടെ ഉദ്യോഗ നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്നു.
അത് തന്നെ സാധാരണ നിയമനമായിട്ട് കാണുന്നത് ഒരു ക്ലാസ് 4 ജീവനക്കാരുടെ നിയമനമല്ലാതെ ഉന്നതമായ പദവികളിൽ മാനേജറിയൽ തസ്തികകളിലാണ് അവരെ പലരും നിയോഗിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അവർക്കാകട്ടെ ഫാറ്റ് സാലറി, വലിയ ശമ്പളം കൊടുക്കുന്നു, ഹാൻഡ്സം പ്രിവിലേജസ് അത് കൊടുക്കുന്നു. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം. അറിയാവുന്നതുപോലെ തന്നെ ലക്ഷക്കണക്കായ യുവാക്കന്മാരാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മിഡ് നൈറ്റ് ഓയിൽ ബേൺ ചെയ്തുകൊണ്ട് രാത്രി ഉറക്കം വിളിച്ചുകൊണ്ടാണ് പാവങ്ങളായ കുട്ടികളൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും സാധാരണ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ്. വേണമെങ്കിൽ ന്യൂ ജനറേഷൻ പോലും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് ആ കുട്ടികളൊക്കെ തന്നെ. അവർ എത്ര പ്രതീക്ഷയോടുകൂടി പഠിച്ചത്, കഠിനാധ്വാനികൾ, പരിമിതമായ സൗകര്യം വെച്ചുകൊണ്ട് പഠിച്ചു വളർന്ന് വലുതായിട്ടുള്ള കുട്ടികൾ. ആ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എഴുതി സർക്കാരുകൾ സുരക്ഷിതമായി ജോലി കിട്ടണമെന്നത് അവരുടെ മൗലികമായ ഒരു അവകാശവും സ്വാതന്ത്ര്യമല്ലേ. അത് നിഷേധിച്ചു എന്ന് മാത്രമല്ല, പുറം വാതിൽ കൂടിയാണ് ലക്ഷക്കണക്കായ ആളുകളെ അവഗണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അവരുടെ സ്വന്തക്കാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സത്യം നമുക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. ഇതൊക്കെ തന്നെ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ആ ചെറുപ്പക്കാരുടെ രോദനം, അവിടെ നിലവിളി നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. സിവിൽ പോലീസ് നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുട്ടികൾ അവർ ആകെ വിഷമിച്ചിരിക്കുന്നു, കോപാക്രാന്തരാണ്. അവരെന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടെങ്കിൽ യുവാക്കന്മാർ യുവതികളൊക്കെ തന്നെ സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിൽക്കുന്നത്. അഴിമതിയുടെ കഥ പറയുമ്പോൾ ഞാൻ പറയട്ടെ, അതിന്റെ ഒക്കെ തന്നെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? ഓരോരോ അഴിമതികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ അടിവേരുകൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമാണ് എന്ന സത്യം ഈ നാട്ടിൽ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൊള്ളക്കാർ കഴിഞ്ഞ 4 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ മുമ്പിൽ, മന്ത്രിമാരുടെ മുമ്പിൽ, CPM-ന്റെ മുമ്പിൽ അവരെത്ര നിസ്സാരന്മാരാണ്. ഒരുപക്ഷെ മാൻസിങ്ങിനേക്കാളും പോലീസ് ദേവിയേക്കാളും മെഡിക്കലായിട്ടുള്ള ഒരു കൊള്ള സംഘമാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ പ്രബുദ്ധ കേരളത്തിൽ അംഗീകരിക്കാൻ സാധിക്കും? അപമാനമല്ലേ? എല്ലാ കാലത്തും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വരായി അതിശക്തമായ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഡോക്ടർ മാത്യു കൊല്ലതാണുള്ളത് ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ചൊക്കെ തന്നെ സമഗ്രവും വസ്തുനിഷ്ഠവുമായിട്ട് പഠിച്ചുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കണം എന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരമാല ക്രമത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ A to Z ആ അഴിമതിയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സ്പോസിംഗ് പിണറായി A to Z എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലൂടെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് അഴിമതിയുടെ കഥകൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പലതും ജനങ്ങൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ മറന്ന കഥകൾ ഓർമ്മിപ്പിക്കാൻ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവ വികാസങ്ങൾ ജനമനസ്സുകളിൽ എത്തിക്കാൻ, ഈ നാട്ടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ള സംഘത്തെ ജനങ്ങളുടെ മുമ്പിൽ അവരെ തുറന്നു കാട്ടിക്കൊണ്ട് ഈ കൊള്ള സംഘത്തിൽ നിന്ന് കേരളം മോചിപ്പിക്കണം എന്ന ഒരു വലിയ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ശ്രീമാൻ മാത്യുവിടെ പറയുകയുണ്ടായി, ഇത് സംബന്ധമായി ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതോടനുബന്ധിച്ച് ഇന്നിവിടെ ഒരു വീഡിയോ അനാവരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങാണ് ഈ ചടങ്ങ്. ഇവിടെ ഉണ്ടായിട്ടുള്ള അഴിമതിയുടെ കാര്യമൊന്നും ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. അത് തുറന്നു കാട്ടാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതൻ, നമ്മുടെ എല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. അദ്ദേഹമാണ് സ്പ്രിംഗ്ലർ അഴിമതിയുടെ കഥകൾ അനാവരണം ചെയ്തത്. അദ്ദേഹമാണ് എക്കോ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കഥകളൊക്കെ നമ്മുടെ മുമ്പിൽ
തുറന്നു കാണിക്കാൻ തയ്യാറായി. അദ്ദേഹം തന്നെയാണ് കൂപ്പർ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ആ ചിത്രം അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ ഇവിടെ ഇരിക്കുന്നു, പഴയ പ്രശ്നനായ ഞങ്ങളുടെ നേതാവ്. അദ്ദേഹം ഭരിച്ച സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഴിമതിയുടെ കഥ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? അഴിമതിയുടെ കഥ കേൾക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഭാഗത്ത് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന സമീപനമാണ് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കേരളം ഭരിച്ചപ്പോഴും കേന്ദ്രം ഭരിച്ചപ്പോഴും തന്നെ ഞങ്ങളുടെ സമീപനം അതാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് മൂടിവെക്കാനോ അവർ സംരക്ഷിക്കാനോ സാധിക്കുന്ന സമീപനവും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടത് ഈ നാട്ടിന്റെ അനിവാര്യമായ ആവശ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മ പുതുക്കാനുള്ള ദിവസം കടന്നു വരികയാണ്. ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോട് പറയുന്നത്, ബ്രിട്ടീഷുകാരോട് മഹാത്മാഗാന്ധിജി പറഞ്ഞ പഴയകാല ഒരു മുദ്രാവാക്യമുണ്ട്, ക്വിറ്റ് ഇന്ത്യ എന്ന കാര്യം. അതുപോലെ തന്നെ ശ്രീമാൻ പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിന്റെ താല്പര്യം വെച്ചുകൊണ്ട് ദയവ് ഈ സംസ്ഥാനത്തെ ഭരണം അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് പോകണം. അതാണ് മാന്യത, അതാണ് ഈ നാട്ടിന്റെ താല്പര്യം ഞാൻ പറയുന്നത്. ക്വിറ്റ് കേരള എന്ന് CPM-നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കേരള സംസ്ഥാനം മാത്രമാണ് CPM-ന്റെ അവസാനത്തെ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. അത് തകർത്തിരിക്കുന്നത് കമ്മ്യൂണിസത്തെ ആരുടെ മണ്ണിൽ കുഴിച്ചുകൊണ്ടിരുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നുമല്ല ഞങ്ങളൊക്കെ തന്നെ നെഹ്റുവിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് വൈരാഗ്യവുമില്ല. പക്ഷെ കമ്മ്യൂണിസത്തിന്റെ ഗുണദോഷങ്ങൾ നന്നായിട്ട് അനാവരണം ചെയ്ത ആ പണ്ഡിറ്റ് ഓർമ്മകൾ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യയശാസ്ത്രം പൂർണ്ണമായിട്ട് തകരണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കില്ല. പക്ഷെ അതിലെ സ്റ്റാലിനിസ്റ്റ് ചിന്തകളും ഈ രാജ്യത്തെ ഏകാധിപത്യ പ്രവണതകളും ഒക്കെ തന്നെ എന്നും തുറന്നു കാട്ടിയിട്ടുള്ള പ്രസ്ഥാനം എന്ന രൂപത്തിൽ ഞങ്ങൾ നാളെയും അത് തുറന്നു കാട്ടുമെന്ന് മാത്രമാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു മഹനീയ സാന്നിധ്യത്തിൽ സാക്ഷികളാകാൻ എത്തിയിട്ടുള്ള നിങ്ങളോടൊക്കെ തന്നെ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 3 പേരും ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വെബ്സൈറ്റിന്റെ അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങൾ നിർവഹിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങളോട് അല്പം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ നമ്മുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എത്രയും ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെ ചുമതലക്കാരനുമായ ഡോക്ടർ മാത്യു കൊല്ലനാടൻ, സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, സഹപ്രവർത്തകർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും സുചിന്തിതമായ ഒരു തീരുമാനമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ ശക്തിപ്പെടുത്തുക എന്നത്. പല വഴിയിൽ അത് സാർത്ഥകമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഭാഗത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് വളരെ വർഷങ്ങളായി റിസർച്ചിനും അതോടൊപ്പം തന്നെ പഠനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അത് രാഷ്ട്രീയ ഇതര കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം ഭാവനയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ ശക്തിപ്പെടുത്തുക എന്നത്. AICC പണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്
സിസ്റ്റം, അതിന്റെ വിഭാഗം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, AICCയുടെ ഭാഗമായിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു, ശ്രീ പ്രണബ് കുമാർ മുഖർജി ഇതിന്റെ ചുമതലക്കാരനായി, പൃഥ്വിരാജ് ചവാൻ ഇതിന്റെ ചുമതലയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പവൻ ബെൻസൺ ഇതിന്റെ ചുമതലയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചിന്തിക്കാനും എഴുതാനും ഒക്കെ കഴിവുള്ള ആളുകളെയാണ് ഇതിന്റെ ചുമതലകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ശ്രീ മാത്യു കൊല്ലനാടൻ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനുമാണ്. ശ്രീ ശശി തരൂർ അദ്ദേഹത്തെ സ്റ്റേറ്റ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചെയർമാനായി നിയോഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു ക്യാമ്പയിനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ക്യാമ്പയിൻ അഗൻസ്റ്റ് കറപ്ഷൻ, ക്യാമ്പയിൻ അഗൻസ്റ്റ് ദ ആന്റി പീപ്പിൾ പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ്. 5ാം വർഷത്തിലേക്ക് കടന്ന ഈ സർക്കാരിന്റെ അഴിമതികളും ജനവിരുദ്ധമായ നയങ്ങളും തുറന്നു കാട്ടാനുള്ള ഒരു സംരംഭമാണ്. ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടാകുന്നു. ഇവിടെ നേരത്തെ മാത്യു ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളുടെ മെമ്മറി വളരെ, നമ്മളെല്ലാവരുടെയും മെമ്മറി പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു കാര്യമാണിതെല്ലാം. അപ്പൊ അതെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭമാണ്. അതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഭരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാക്കാൻ വന്നവർ ജനങ്ങളെ പരമാവധി ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഏറ്റവും അവസാനം നടന്നത് ട്രഷറി കുംഭകോണം. ഈ ഗവൺമെന്റ് എല്ലാവരോടും പറഞ്ഞത് ട്രഷറിയിൽ പണം ഇടണമെന്നാണ്. ബാങ്കിൽ പണം ഇടുന്നതിനേക്കാൾ നല്ലത് ട്രഷറിയിൽ പണം ഇടണമെന്നാണ് ധനകാര്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ട്രഷറിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തത്. നമ്മളൊക്കെ കരുതി നല്ലൊരു കാര്യമാണ്. കാരണം സർക്കാർ ബാങ്കിൽ പണം കിടക്കുന്നതിനേക്കാൾ നല്ലതാണ് ട്രഷറിയിൽ പണം കിടക്കുന്നത്. ട്രഷറിയിലെ ആ പണത്തിന് സുരക്ഷിതത്വമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രഷറി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, രാജഭരണകാലം മുതൽ നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഭണ്ഡാരവക പണ്ട് കാലം മുതൽ തന്നെ, രാജഭരണകാലം മുതൽ തന്നെ സർക്കാരിന്റെ ഖജനാവ്, ഭണ്ഡാരം, ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തും നമ്മുടെ ഖജനാവിന്റെ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ ഗവൺമെന്റിന് എന്തു പറ്റി? ഖജനാവ് കൊള്ളയടിക്കുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റാണിത്. ഖജനാവിനെ കൊള്ളയടിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ ഞാൻ പറയുന്നതല്ല. ഭരിക്കുന്ന LDFന്റെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ സർക്കാർ സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഇന്നലെ പറഞ്ഞ കാര്യത്തിന്റെ 15ാമത്തെ തവണയാണ് ട്രഷറിയിൽ മോഷണം നടക്കുന്നത്. ട്രഷറിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് അടുത്ത കാലത്ത്. അതിനെപ്പറ്റി തന്നെ വലിയ വിവാദമുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷനെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ട്. അപ്പൊ എല്ലാവരോടും ട്രഷറിയിൽ പണം ഇടാൻ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയുള്ള കൊള്ളയടിക്ക് കൂട്ടുനിൽക്കാനാണെന്നാണ് ഇപ്പോഴാണ് മനസ്സിലായത്. തോമസ് ഐസക്കിന്റെ പ്രസംഗം കേട്ടാൽ അദ്ദേഹത്തിന് ഇതിലൊരു ഉത്തരവാദിത്വമില്ല, അദ്ദേഹത്തിന് ഇതിൽ ഒരു ബാധ്യതയും ഇല്ല. അങ്ങനെ ഒരു ധനകാര്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? ധനകാര്യ വകുപ്പിന്റെ ചുമതലയിൽപ്പെട്ടതാണ് ട്രഷറി. തന്റെ വകുപ്പിൽ നിരന്തരമായ കൊള്ള നടക്കുമ്പോൾ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുമ്പോൾ, ആ തട്ടിപ്പ് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ധനകാര്യമന്ത്രി സ്വീകരിച്ചത്. അല്ലാതെ പറയാൻ കഴിയുമോ? പലയിടത്തും ആരോപണം CPIയുടെ സംഘടന തന്നെ ഉന്നയിച്ചിരിക്കുന്നത് പണം തിരിച്ചടപ്പിച്ച് ഇഷ്ടക്കാരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടായതാണ്. ആരാണ് ഇത് ചെയ്തത്? ഇതേ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ട്രഷറിയിൽ കിടക്കുന്ന നമ്മുടെ പണം, പെൻഷൻകാരുടെ പണം, സാധാരണക്കാരുടെ പണം,
ഗവൺമെന്റിനെ വിശ്വസിച്ച് ട്രഷറിയിൽ ഇട്ട പണമാണ് ഈ തട്ടിക്കൊണ്ട് പോയത്. ഈ പണം ആരുടെയാണ് നമ്മൾ കാണണം. ഈ പണം ജില്ലാ കളക്ടറുടെ പേരിൽ ഈ രാജ്യത്തെ ആദിവാസി ക്ഷേമത്തിന് വേണ്ടി, സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണത്തിൽ നിന്നാണ് 2 കോടി തട്ടിക്കൊണ്ടുപോയത്. പാവപ്പെട്ട ആദിവാസിക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല. ഈ പണമൊക്കെ ട്രഷറിയിൽ കിടക്കുകയാണ്. ആ പണമാണ് തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ടും ധനകാര്യമന്ത്രി പറയുന്നു ഞാൻ അന്വേഷിക്കും, പിരിച്ചുവിടും. ഇപ്പൊ പലരും പറയുന്നത് ഈ പിരിച്ചുവിട്ട നടപടി തന്നെ അവരെ രക്ഷിക്കാനാണെന്നാണ്. പിരിച്ചുവിട്ട നടപടി തന്നെ അവരെ രക്ഷിക്കാനാണെന്ന് പറയുന്നു. ഇയാൾ ആരാണ്? ഇയാൾ CPM സഹയാത്രികനാണ്. ഞാൻ അയാളുടെ ഫേസ്ബുക്ക് ഒക്കെ നോക്കി, നമ്മളെയൊക്കെ എന്തെല്ലാമാണ് അയാള് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. CPM സൈബർ പോരാളിയാണ്. NGO യൂണിയന്റെ അംഗമാണ്. അംഗമല്ല എന്ന് പറയുന്നു. ഇപ്പൊ പിടിക്കപ്പെട്ടപ്പോഴാണ് അംഗമല്ലാതായത്. എന്തായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, രാജഭരണത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും ഖജനാവിന്, ഈ ജനാധിപത്യ ഇന്ത്യയിലും ഖജനാവിന് നൽകുന്ന പ്രാധാന്യം മുഴുവൻ കളഞ്ഞു കുളിച്ച് ട്രഷറിയുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യതയാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ ഒന്നും പറയാനില്ല. എന്താ മുഖ്യമന്ത്രി പത്രസമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിച്ചു പോയത്? ആരെങ്കിലും ട്രഷറിയെ പറ്റി ചോദിക്കുമെന്ന് വെച്ചിട്ടാണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനെ പറ്റി ഞാൻ വേറെ പറയുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഖജനാവിന് പോലും വിശ്വാസ്യതയില്ലാതായിരിക്കുന്നു. ട്രഷറിയിൽ പണമടച്ചവർ എന്ന ആശങ്കയോടുകൂടിയാണ് പല ആളുകളും വിളിക്കുന്നത്. സാറേ ഞങ്ങളുടെ പണം പോകുമോ? കാരണം കുടുക്ക പൊട്ടിച്ച് നമ്മുടെ പ്രളയമുണ്ടായപ്പോൾ, മനുഷ്യനിർമ്മിതമായ പ്രളയമായിരുന്നു. ആ പ്രളയമുണ്ടായപ്പോൾ നാട്ടിലെ പാവപ്പെട്ടവർ, കുട്ടികൾ ആട് ഒരാള് പൈസ കൊടുത്തുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ആടിനെ വിറ്റ് കുട്ടികൾ മൺകുടുക്കയിൽ ഉണ്ടാക്കിയ ഇട്ടിരുന്ന പണം മുഴുവൻ പൊട്ടിച്ച് ഗവൺമെന്റിലേക്ക് കൊടുത്തു. പ്രളയത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കാൻ കണ്ണിൽ ചോരയില്ലാത്ത CPM പ്രവർത്തകന്മാർ എറണാകുളത്ത് ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിക്കൊണ്ടുപോയി. അവരെ സംരക്ഷിക്കാനിവിടെ അവർക്ക് ജാമ്യം കിട്ടുകയാണ്. അവർക്ക് ജാമ്യം കിട്ടുന്ന നടപടി ഉണ്ടാകുന്നു. എന്തെല്ലാമാണ് കേരളത്തിൽ നടക്കുന്നത്? അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു ഗവൺമെന്റിനുള്ള അധികാരത്തിൽ ആർക്കും എന്ത് വാങ്ങായിരുന്നു? ഫ്രീ ഫോർ ഓൾ. ഏത് അഴിമതിക്കാരനും എന്തും ചെയ്യാവുന്ന നിലയിലേക്ക് പോകുന്നു. ധനകാര്യമന്ത്രിയോട് എനിക്കൊന്ന് പറയാനുണ്ട്. അങ്ങ് കൈകഴിഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അതുകൊണ്ടാണ് ഞാൻ വിജിലൻസ് അന്വേഷണത്തിന് അങ്ങയുടെ പേരിൽ കൂടി വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്തുകൂടി കൊടുത്തിരിക്കുന്നത്. നാട്ടിലെ ജനങ്ങൾ അറിയണം, വിജിലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അത് എത്രമാത്രം ദുരുപയോഗപ്പെടുത്തുന്നു എന്നുകൂടി അറിയട്ടെ എന്ന് കരുതിയാണ് 3ാമത്തെ കത്തിൽ ഞാൻ കൊടുത്തത്. ഇല്ലെങ്കിൽ മറ്റു നിയമമാർഗങ്ങൾ നോക്കും. ധനകാര്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണിത്. ആ വകുപ്പിൽ CPIയുടെ സംഘടന പറയുന്നത് പോലെ നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നിട്ട് ഒതുക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 4 വർഷത്തെ ട്രഷറിയിൽ നടന്നിട്ടുള്ള എല്ലാ നടപടികളെ സംബന്ധിച്ചും ഒരു സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. ആരെല്ലാം പണം തട്ടി, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോയി. നിങ്ങൾ എന്തുകൊണ്ട് മുൻ ധനകാര്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയുടെ, അദ്ദേഹത്തിന് അറിയാം സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തും. ഇടയ്ക്കിടയ്ക്ക് ട്രഷറിയിലെ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തും. സെക്യൂരിറ്റിയെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എന്തുകൊണ്ട് സെക്യൂരിറ്റി ഓഡിറ്റിംഗ് ഫലപ്രദമായി നടത്തിയില്ല? പണം തട്ടിക്കൊണ്ട് പോകുന്നവർ സഖാക്കളാണെങ്കിൽ ആ പണം തിരിച്ചടപ്പിച്ച് രക്ഷപ്പെടുത്തുന്ന ഏറ്റവും നിഷ്ഠൂരമായ, തെറ്റായ, നിയമവിരുദ്ധമായ നടപടിയാണ് ഈ കേരളത്തിൽ 4 വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. CPI പറയുന്ന കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. തന്റെ ഇടമുണ്ടോ ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണത്തിന്? മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കും. ധനകാര്യമന്ത്രി ആളുകളെ അങ്ങനെ പറ്റിക്കൊന്നും വേണ്ട. അദ്ദേഹം ഇന്നലെ യോഗം വിളിച്ചു കൂട്ടി ആളെ പുറത്താക്കി ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലല്ലോ അവിടെ. അങ്ങനെയൊന്നും പ്രശ്നം തീരില്ല. കേരളത്തിലെ ഖജനാവിന്റെ വിശ്വാസ്യതയ്ക്ക് വന്നിരിക്കുന്ന ഗുരുതരമായ കോട്ടം
ഖജനാവിന് വന്നു ചേർന്നിരിക്കുന്ന അപജയം, ആ ഖജനാവിലൂടെ ഖജനാവിലുണ്ടായിരിക്കുന്ന വൻ ചോർച്ച ഒരിക്കലല്ല നിരവധി തവണ 15 തവണ ഉണ്ടായെന്നാണ് എനിക്ക് ഇതിനെ കിട്ടിയ അനൗദ്യോഗികമായ അറിവാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് മുഖ്യമന്ത്രി 6 മണിയുടെ പത്രസമ്മേളനത്തിൽ പറയുന്നത്. അനൗദ്യോഗികമായി കിട്ടിയ അറിവാണ് 15 തവണ ഇതുപോലെ ട്രഷറിയിലെ പണം സോഫ്റ്റ്വെയർ ദുരുപയോഗം ചെയ്ത് അടിച്ചുകൊണ്ടുപോയി എന്നുള്ളത്. അത് പിന്നെ ഒതുക്കി തീർത്തു. ട്രഷറി ഡയറക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്, മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ധനകാര്യമന്ത്രിക്ക് കൈകഴുകി രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ധനകാര്യമന്ത്രിയുടെയും ട്രഷറി ഡയറക്ടറും ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഞങ്ങൾ നൽകുന്ന ഒരു അന്വേഷണത്തിനും അനുമതി നൽകുന്നില്ല. അതേസമയം നിങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ആരുടെയെങ്കിലും പേരിൽ, ഇബ്രാഹിം കുഞ്ഞിന്റെ പേരിൽ, ശിവകുമാറിന്റെ പേരിൽ, മറ്റാരുടെയെങ്കിലും പേരിൽ പരാതി കിട്ടിയാൽ അപ്പ സാങ്ഷൻ കൊടുക്കും. ഇതാണ് രക്തത്താപം. അത് സാരമില്ല, നിങ്ങൾ കൊടുത്തു, ഒന്നും പ്രശ്നമൊന്നും. ഞാൻ പറഞ്ഞത് ഈ ട്രഷറിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതി, പാവപ്പെട്ട പെൻഷൻകാരന്റെ പണം കിടക്കുന്ന പാവങ്ങളുടെ പണം, സാധുക്കളായ ആളുകളുടെ പണം, അവരെ മുഴുവൻ കബളിപ്പിക്കുന്ന വലിയൊരു അഴിമതിയാണ് ഇവിടെ പുറത്തു വന്നത്. അതിന് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ട്രഷറിയുടെ വിശ്വാസ്യത തകർന്ന പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് ഈ ഗവൺമെന്റ് കരുതണ്ട. നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ച്, സർക്കാരിനെ വിശ്വസിച്ച് ട്രഷറിയിൽ എത്തിക്കുന്ന പണത്തിന് ഓരോന്നിനും ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ്. എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിനുള്ളതാണ്. ഞാനതാണ് പഴയകാല ചരിത്രം മുഴുവൻ പറഞ്ഞത്, ട്രഷറിയുടെ പ്രാധാന്യം പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ മാത്യു വെള്ളനാട്ടെ ഞാൻ അഭിനന്ദിക്കുന്നു. വിദ്യാർത്ഥികാലം മുതൽ വളരെ സമർത്ഥമായ നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുകയും സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ കോൺഗ്രസിന്റെ നാവായി പ്രവർത്തിക്കുന്ന മാത്യുവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. KPCC പ്രസിഡന്റ് ശ്രീ രാമേന്ദ്രൻ ബന്ധുക്കളെ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ KP അനിൽകുമാർ KPCC ജനറൽ സെക്രട്ടറി, ശ്രീ മാത്യു കൊളുനാട് KPCC ജനറൽ സെക്രട്ടറി, സുഹൃത്തുക്കളെ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിശദമായിട്ട് സംസാരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയ തുടക്കമാണ്. റിസർച്ച് ആൻഡ് അനലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സംരംഭം. അതിന് മുൻകൈയെടുത്ത റിസർച്ച് വിഭാഗത്തെ എന്നെ നയിക്കുന്ന ശ്രീ മാത്യു വെള്ളനാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ ഇന്ന് ആർക്കും എന്തുമാകാം എന്ന് വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ കേരളത്തെ കുറിച്ച് വരുന്ന വാർത്തകൾ ഓരോ കേരളീയനും അഭിമാനിക്കാൻ സാധിക്കുന്ന വാർത്തകളാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് നമ്മൾ നേടുന്ന നേട്ടങ്ങൾ, സാമൂഹിക ക്ഷേമ മേഖലകളിൽ നമ്മൾ നേടുന്ന ആധിപത്യം ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് അഭിമാനിക്കാൻ വരെ നൽകുന്ന വസ്തുത. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നമ്മൾ നാടിനെ നാണം കെടുത്തുന്ന വാർത്തകൾ ഓരോന്ന് വരികയാണ്. ഇവിടെ ആർക്കും എന്തുമാകാം എന്ന നിലയാണ്. ഇന്ന് നിയമമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്, UDFന്റെ കാലത്തായിരുന്നു കൺസൾട്ടൻസി കൂടുതൽ. UDFന്റെ കാലത്ത് വഴിവിട്ട് ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിയെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്
ഇല്ലാത്ത കാര്യങ്ങൾ പോലും പൊക്കിക്കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം എന്തുകൊണ്ടാണ് അന്ന് ആക്ഷേപം ഉന്നയിക്കാതിരുന്നത്? എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അന്ന് ഈ ഗവൺമെന്റ് എടുത്ത നിലപാടല്ല അന്നത്തെ ഗവൺമെന്റ് എടുത്തത്. വിമർശനങ്ങൾ വന്നപ്പോൾ വിമർശനമല്ല നമുക്ക് ആവശ്യം, ഒരു സംഘർഷമല്ല ആവശ്യം എന്ന് കണ്ടുകൊണ്ട് ഞങ്ങളത് ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാത്തിനെയും കടന്നു പിടിച്ച് ആക്രമിച്ച അവസരത്തിൽ പോലും ഒരു കൺസൾട്ടൻസിയെ കുറിച്ച് പോലും പരാതി അന്ന് പറഞ്ഞിരുന്നില്ല. പോട്ടെ, അന്ന് പറയാതിരുന്നത് കൊണ്ടത് ഇനി പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും ആ കാലത്ത് ഏതെങ്കിലും കൺസൾട്ടൻസിയിൽ കുഴപ്പമുണ്ടായിരുന്ന ഒരു ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ ഓരോ യാഥാർത്ഥ്യങ്ങളും അംഗീകരിക്കേണ്ടി വന്നിരിക്കുക. UDF കാലത്തെ കൺസൾട്ടൻസി പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അന്ന് നിങ്ങൾ പറഞ്ഞില്ല. അന്ന് പറയാതിരുന്നത് ഞങ്ങൾ ഒരു അപരാധമായിട്ട് കാണുന്നില്ല. ഇന്നൊന്ന് പറഞ്ഞേ, അന്നും കൺസൾട്ടൻസി ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ അവർ പറയുന്ന വ്യവസ്ഥയിൽ കൺസൾട്ടൻസി, ഒന്നുകിൽ അവർ പറയുന്ന ഏജൻസി അല്ലെങ്കിൽ അവർ പറയുന്ന വ്യവസ്ഥകൾ. അതുപോലെ അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ ഇന്നത്തെ പോലെ വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഏകപക്ഷീയമായി പ്രവർത്തിച്ചിട്ടുണ്ടോ, സ്വന്തം തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ന് നമ്മുടെ യുവാക്കളൊക്കെ വളരെ അസ്വസ്ഥരാണ്. PSCയെ കുറിച്ച്, PSCയുടെ ലിസ്റ്റിനെ കുറിച്ച്, PSCയുടെ ലിസ്റ്റിന്റെ കാലാവധിയെ കുറിച്ച് ഒക്കെ അസ്വസ്ഥരാണ്. എല്ലാവർക്കും ഗവൺമെന്റിന് ജോലി കൊടുക്കാൻ സാധിക്കില്ല, എല്ലാവർക്കും അറിയാം. ഒരു ഒഴിവിന് 100, 200, 300 പേര് വീതം അപേക്ഷിക്കുന്ന നാടാണ് കേരളം. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചെറുപ്പക്കാർക്ക് ഒരു ആശ്വാസം കൊടുക്കണം. എനിക്ക് ജോലി കിട്ടാതെ പോയത് എനിക്ക് എൻ്റെ കഴിവുകൾ കൊണ്ടാണ്, എനിക്ക് എന്നെക്കാൾ കഴിവുള്ളവർ എഴുതിയത് കൊണ്ടാണ് എന്നൊരു ബോധ്യം. മറിച്ച് അഴിമതിയുടെ പേരിൽ, സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ, പണംപാതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ജോലി ഇല്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർ അസ്വസ്ഥരാകും. ഇന്ന് അങ്ങനൊരു വിശ്വാസം ഗവൺമെന്റിന് ഇവിടുത്തെ ചെറുപ്പക്കാർ കൊടുക്കാൻ സാധിച്ചോ? PSC പരീക്ഷ എഴുതിയപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന PSC നിയമനങ്ങളെ കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ ഇന്നിപ്പം ലിസ്റ്റിന്റെ കാലാവധിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയട്ടെ, പുറംവാതിൽ നിയമനങ്ങളുടെ എല്ലാം തുടക്കം PSC ലിസ്റ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ UDF ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഒരു നിവേദനം പോലും കിട്ടാൻ കാത്തിരുന്നിട്ടില്ല. എല്ലാ PSC റാങ്ക് ലിസ്റ്റിന്റെയും കാലാവധി പകരം ലിസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഗവൺമെന്റിന് നീട്ടാവുന്ന പരമാവധി 4.5 കൊല്ലം വരെയാണ്. 4.5 കൊല്ലം വീതം എല്ലാ ലിസ്റ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതിലൊരാളുടെയും നിവേദനം കിട്ടാൻ പോലും കാത്തിരുന്നിട്ടില്ല. 11 പ്രാവശ്യമായി 5 വർഷത്തെ PSC ലിസ്റ്റുകളെല്ലാം ഞങ്ങൾ നീട്ടിക്കൊടുത്തു. എന്തിനാ? ലിസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് പുറംവാതിൽ നിയമനത്തിനും കരാർ നിയമനത്തിനും ഡെയിലി വേജസിനുമൊക്കെ ആളെ എടുക്കുന്നത്. അതിനുള്ള അവസരം തടയാൻ, അതിനുള്ള അവസരം തടയാൻ വേണ്ടിയായി. ചിലർക്ക് അതിനോട് എതിർപ്പുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ എന്നോട് പരാതിപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നു. ഒരു ദിവസം പോലും ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾക്ക് 3 വർഷം കിട്ടില്ല ഒരു ലിസ്റ്റ് വന്നിട്ട്. ആ 3 വർഷത്തിനുള്ളിൽ അപേക്ഷ ക്ഷണിച്ച് അടുത്ത ലിസ്റ്റ് ഉണ്ടാക്കുക. PSCയുടെ അടുത്ത ലിസ്റ്റ് വന്നാൽ ഒരു ദിവസം നീട്ടി കൊടുക്കത്തില്ല. നീട്ടുന്നതെല്ലാം 4.5 കൊല്ലം അല്ലെങ്കിൽ ലിസ്റ്റ് വരുന്നത് വരെ. ഏതാണോ ആദ്യം
അവൻ ലിസ്റ്റ് ഉണ്ടാക്കിക്കോ. ലിസ്റ്റ് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറയുകയല്ല, 3 കൊല്ലത്തെ സമയം കിട്ടും. ഒരു ലിസ്റ്റിന്റെ കാലാവധി 3 കൊല്ലം. അത് പബ്ലിഷ് ചെയ്താൽ 3 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ കാലാവധി കഴിയേണ്ടതാണ് എന്ന് ഉദ്യോഗസ്ഥർക്കറിയാം. അപേക്ഷ ക്ഷണിച്ച് 3 കൊല്ലം കൊണ്ട് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പ്രശ്നമില്ല. ഇന്നിപ്പോൾ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത എത്ര തസ്തികയിലേക്ക് അപേക്ഷ പോലും ക്ഷണിക്കാതിരുന്നിട്ടുണ്ടെന്നറിയാമോ? അപേക്ഷ ക്ഷണിച്ചിട്ടില്ല, ലിസ്റ്റില്ല. ക്യാൻസൽ ചെയ്ത ഒരു ലിസ്റ്റിനും പകരം ലിസ്റ്റില്ല. പലതിൻ്റെയും അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം കഴിഞ്ഞാൽ പോലും പുതിയ ലിസ്റ്റ് വരാൻ പോകുന്നില്ല. അവിടെയാണ് ഈ പുറംപാതിൽ നിയമനം, കരാർ നിയമനം, ഡെയിലി വേജസ്. എന്നിട്ട് ഇപ്പം അങ്ങനെ എടുത്തവരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് വളരെ അപകടകരമായ ഒരു തീക്കളിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരെ അസ്വസ്ഥരാക്കരുത്. ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക വലിയൊരു അധ്വാനമാണ്. അവരെല്ലാവർക്കും ജോലി കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവരെ അസ്വസ്ഥരാക്കരുത്. അവർക്ക് നീതി ലഭിക്കും, അവർക്ക് അവസരം ലഭിക്കും, അവർക്ക് അർഹത ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനം വേറെ ആരും തട്ടിയെടുക്കത്തില്ല എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഇന്നത്തെ ഗവൺമെന്റ് ആ രംഗത്ത് ധൈര്യമായി പരാജയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് മുഴുവൻ ലിസ്റ്റുകൾ 11 പ്രാവശ്യമായിട്ട് നീട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ പകരം ലിസ്റ്റ് വരാത്തത് കൊണ്ടാണ്. പുറംപാതിൽ നിയമനം പാടില്ല എന്ന കർക്കശമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നത് കൊണ്ടാണ്. ആ നിലപാട് ആരോടെങ്കിലുള്ള വാശി കൊണ്ടല്ല, മറിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ വികാരം അറിയാവുന്നത് കൊണ്ടാണ്. ഇന്ന് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആ നിലപാടിനോട് യോജിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ റിസർച്ച് വിങ്ങിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ പുതിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മീഡിയയാണ്. ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്താൻ കിട്ടുന്ന അവസരമാണ്. അത് കോൺഗ്രസ് UDF ഒരിക്കലും ദുർവിനിയോഗം ചെയ്യത്തില്ല. ആളുകളെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒന്നുമല്ല, മറിച്ച് കോൺഗ്രസിന്റെ UDFന്റെ നയപരിപാടികൾ, അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വ്യവസ്ഥാപിതമായ നിയമപരമായ മാർഗത്തിലൂടെയുള്ള സംരംഭമായിരിക്കും എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. KPCC റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് അത് ഔപചാരികമായി തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ മാത്യു കൊഴുനാടനെ ഇതിന് ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ഡോക്ടർ മാത്യു കൊഴുനാടനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം നന്നായിട്ട് അറിയാം. കോൺഗ്രസിന്റെ ജിഹിയായി, കോൺഗ്രസിന്റെ വക്താവായി അദ്ദേഹം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയും കോൺഗ്രസിന്റെ ആശയവും ആദർശങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും നമ്മളെ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വളരെ മിടുക്കനായ ഒരു കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണ്.
അദ്ദേഹം ഏറ്റവും മികച്ച ഒരു അഭിഭാഷക രൂപത്തിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇതിന് ചുമതല കൊടുത്തിട്ടുള്ളത്. ആ ചുമതല ഞങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് എന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അഴിമതി തുറന്നു കാട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു വലിയ ശ്രമമായിരിക്കുമെന്ന് മാത്രം ഞാൻ പറയട്ടെ. ഞാൻ പ്രത്യേകമായിട്ട് ശ്രീമാൻ മാത്യുവിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട പ്രധാന കാര്യം, പ്രദർശനം നടത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവസാനിച്ചതെന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ട്രഷറി കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സുപ്രധാനമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിൽ തുടർച്ചയായ നേതൃത്വത്തിൽ ഒറ്റ കാര്യം ഞാൻ പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാധ്യമം, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ചാനലായിട്ടുള്ള ജയ്ഹിന്ദ് ഒരു വലിയ ആരോപണം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്വിൽ തട്ടിപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം. ആ ആരോപണത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്, വ്യവസായ മന്ത്രി ശ്രീമാൻ ഇ പി ജയരാജന്, നമ്മുടെ സ്പീക്കർക്ക്, അതുപോലെ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർക്കും ഒക്കെ തന്നെ നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന അഴിമതിയാണ്. അത് ഞാൻ പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്, കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇത്തരമൊരു സംഭവം നമ്മുടെ കേരളീയ മനസാക്ഷി മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടി നമ്മുടെ ജയ്ഹിന്ദ് ചാനലിന് സാധിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആയിരക്കണക്കായ ആളുകളാണ് ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ മലയാളി അസോസിയേഷൻ മുഖേന കാര്യങ്ങൾ അറിയിക്കുകയും ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കഠിനാധ്വാനികളായിട്ടുള്ള ബോംബെയിലെ മലയാളികൾ, അവരാണ് ഏരിയ കൂടും ഇതിൽ പണം മുടക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നിരവധി ആളുകൾ, അവരൊക്കെ തന്നെ പെൻഷൻകാരുണ്ട്, പാവപ്പെട്ട ആളുകളുണ്ട്, നിത്യ വരുമാനക്കാരുണ്ട്. അവരെ തന്നെ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ്. അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് തന്നെ എത്തിയിരിക്കുന്നത്. ഈ അഴിമതി തീർച്ചയായിട്ടും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കേണ്ട ഒരു അഴിമതിയല്ല. ഈ അഴിമതിയെ കുറിച്ച് വളരെ ഗൗരവപൂർണമായ അന്വേഷണം നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുവരെ ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അക്ഷരം പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പ്രാഥമികമായ അന്വേഷണത്തിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്, ഉത്തരവാദപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അവർ പണം എത്തിച്ചു കൊടുക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എത്രത്തോളം ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല, അന്വേഷണം നടക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ ഈ ഗുരുതരമായ തട്ടിപ്പ് കേസ്, ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് കേസ്, അത് അന്വേഷിക്കപ്പെടണം. കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കേരളത്തിലെ വ്യവസായ മന്ത്രിയുടെ പേര് ഇവിടെ നടക്കുന്ന ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളുമായി ചേർത്ത് വായിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഏതൊരു അനപേക്ഷമായ പ്രവണതയുടെ വക്താവുണ്ടോ അവരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഇന്ന് ചേർന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം, നിരപരാധികളായ ആളുകൾ നിക്ഷേപക്കാരായിട്ട് നിക്ഷേപിച്ച പണം അതൊക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ കൂടെ സഹായിക്കാനുള്ള ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം. CPM-ന്റെ നേതാക്കന്മാർക്ക് ഈ തട്ടിപ്പ് സംഘവുമായിട്ട് ബന്ധമുണ്ടോ അത് പറയണം. ഉത്തരവാദപ്പെട്ട മന്ത്രിമാർക്ക് ബന്ധമുണ്ടോ പറയണം. സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി ഈ സ്ഥാപനത്തിന് ബന്ധമുണ്ടോ അത് നിശ്ചയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു സാധാരണ നിലയിൽ തുടങ്ങിയ സ്ഥാപനം എന്ന് വളർന്ന് 1,600 കോടിയുടെ നിക്ഷേപമുള്ള സ്ഥാപനമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വളർച്ച, അവർ കടന്നു വന്ന ആ വഴി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തപ്പെടണം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മൗനം വെടിഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറാകണം. അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം സംശയത്തിന്റെ സൂര്യമുടയത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. Thank you.
ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതിയുടെ വലിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഇന്ന് താഴെ ബ്രാഞ്ച് തലം വരെ അഴിമതികൾ അപൂർവം തുറക്കേണ്ട പ്രകൃതി ദുരന്തം പോലും ഒരവസരമാക്കി മാറ്റിയ പാർട്ടി. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സർക്കാരിന്റെ അനാസ്ഥത ഇല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? അതിലെ പ്രതിപക്ഷത്തിന്റെ ചുമതല. അത് മുഖ്യമന്ത്രി അല്ല, ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും നമ്മളത് സ്ത്രീ പീഡനങ്ങളും ദളിത് പീഡനങ്ങളും അരങ്ങുമാണ്. ആരും ചോദ്യം ചെയ്യാനുണ്ടായിട്ടില്ല. അതേക്കുറിച്ച് CBI അല്ലാതെ മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ നിയമസഭയിൽ വ്യക്തമാക്കിയില്ല. എല്ലാ തലങ്ങളിലും അഴിമതി നിറഞ്ഞ ഒരു സർക്കാരായിരുന്നു. തൊഴിലാളികളുടെയും വയോജനങ്ങളുടെയും പെൻഷൻ പാത്രത്തിൽ പോലും കൈയിട്ട് വാരിയ ഒരു ഭരണ സംവിധാനം. പ്രളയ ദുരന്ത ഫണ്ട് തട്ടിയെടുത്ത പാർട്ടി നേതാക്കൾ ഈ സംസ്ഥാനത്ത് വിലസുകയാണ്. പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന അവസരമായി CBI നേതാവ് ഇതിന്റെ വെളിപ്പെടുത്തൽ PC റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിക്കുന്നു. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന NDA സർക്കാർ എല്ലാ വിഭാഗത്തെയും ശരിയാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ കാലത്ത്. സാമ്പത്തിക റൂട്ടിന്റെ പര്യായമായി വിവിധ വകുപ്പുകൾ. കോവിഡ് എന്ന മഹാമാരി അതും അഴിമതിക്കും രാഷ്ട്രീയ പ്രചാരണത്തിനുമുള്ള ആയുധമാക്കി മാറ്റി. വ്യക്തിയുടെ വിവരങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി രഹസ്യമായി പാലിക്കപ്പെടുന്ന ആ വ്യക്തിയെ അതിന്റെ അധികാരികളുള്ളത് സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധിയുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന അഴിമതി കണ്ടെത്തുക എല്ലാം ഇതിന്റെ സ്പെഷ്യൽ പദവി കൊടുത്തിരിക്കുന്ന ഈ വ്യക്തികളുടെ വിശ്വാസയോഗ്യമല്ല. ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഡേറ്റയാണ് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൽപ്പിച്ചത്. IT സെക്രട്ടറിയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച തന്നെ വിമർശിക്കാൻ പിണറായി വിജയന് ഒരു യോഗ്യതയുമില്ലെന്നും രമേശ് ചെന്നിത്തല. പോലീസിന്റെ തോക്കും തിരകൾ പോലും അപ്രത്യക്ഷമാകുന്ന കഥകൾ കേരളത്തിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM എന്ന പാർട്ടിയുടെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് കൊല്ലപ്പെട്ട പ്രവേശിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിക്കുകയാണ്. രാജ്യത്തിന്നു വരെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുപോലെ ഒരു സ്വർണ്ണക്കടത്ത് വിവാദം പെട്ടിട്ടില്ല. അധികാരത്തിൽ എത്തിയത് മുതൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു IT സെക്രട്ടറി കൂടിയായ M. ശിവശങ്കർ. ട്വിറ്ററിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങളിലൊന്നും ശിവശങ്കറിന്റെ തള്ളി പറയാൻ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി കൊണ്ടുവന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനങ്ങൾക്ക് പിന്നിലെ നിർണായക ശക്തിയായിരുന്ന ശിവശങ്കറിനെ സ്പിൻകളടക്കം മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തി. വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി കഥകളും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ കൊലപാതകങ്ങളും അടങ്ങുന്ന ജനജീവിതത്തെ ദുസ്സഹമാക്കിയ ഈ ഭരണത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഏഞ്ചലിസൺ ക്യാമ്പയിൻ ഇവിടെ തുടരും.